എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 7ാമത്തെ ചാപ്റ്റർ ഏതാണ്? നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം മൂലകങ്ങളെ അലോഹങ്ങൾ അതുപോലെ തന്നെ എന്താണ് ഉപലോഹങ്ങൾ, അതായത് മെറ്റലോയിഡ്സ് ഇല്ലേ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ഒക്കെ രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട് അല്ലേ. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണല്ലേ. പീരിയോഡിക് ടേബിൾ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ നോക്കി വെച്ച് ലോഹങ്ങളെയും അതുപോലെ അലോഹങ്ങൾ അല്ലെങ്കിൽ ഉപലോഹങ്ങൾ മെറ്റലോയിഡ്സുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് തരംതിരിച്ച് എഴുതാം കേട്ടോ. അപ്പം ലോഹങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഇല്ലേ. ലോഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സോഡിയം ഒരു ലോഹമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പിന്നെന്താണ് പൊട്ടാസ്യം ഉണ്ട്, പിന്നെന്താണ് മഗ്നീഷ്യം ഇല്ലേ, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പിന്നെന്താണ് കാൽസ്യം ഇല്ലേ, കാൽസ്യം ഉണ്ട്, പിന്നെന്താണ് അലൂമിനിയം ഇല്ലേ, അലൂമിനിയം ഉണ്ട്, അയൺ ഇല്ലേ, പിന്നെന്തോരം കോപ്പർ ഉണ്ട്, പിന്നെന്താണ് ഗോൾഡ് ഇല്ലേ, ഗോൾഡ്. ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? മെറ്റൽസിൽ പെടുന്നതാണ്. മെറ്റൽസിന് കുറച്ച് എക്സാമ്പിൾസ് എഴുതിയെന്നുള്ളൂ. നോൺ മെറ്റൽസോ? നോൺ മെറ്റൽസ് ആണ് ഇവിടെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ തന്നെ നോൺ മെറ്റൽസ് ആണ് ഇതല്ലേ, അതായത് അലോഹങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയുണ്ട്? ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഏതാണ് കാർബൺ ഉണ്ട്, ദെൻ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ അല്ലേ. അപ്പം ഇത്രയും അലോഹങ്ങളാണുള്ളത്. അപ്പോൾ ഈ അലോഹങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ ഉപലോഹങ്ങൾ ഏതൊക്കെയാണ് ഉപലോഹങ്ങളിൽ പെടുന്നത്? ബോറോൺ അല്ലേ, ബോറോൺ ഉണ്ട്, ബോറോൺ ഉപലോഹമാണ്. പിന്നെ എന്താണ് സിലിക്കൺ അല്ലേ, സിലിക്കൺ ഉണ്ട്, ജെർമേനിയം ഇല്ലേ, സിലിക്കൺ ഉണ്ട്, ജെർമേനിയം ഉണ്ട്, ആർസെനിക് ഉണ്ട്, പിന്നെ എന്താണ് ആൻറ്റിമണി ഇല്ലേ, ആൻറ്റിമണി ഉണ്ട്, അങ്ങനെ കുറേ അല്ലേ. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ ഉപലോഹങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. അപ്പം അന്ന് നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? നോൺ മെറ്റൽസ് ആണ് പഠിക്കാനുള്ളത്. അതായത് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് പഠിക്കാനുള്ള നോൺ മെറ്റലാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ അല്ലേ, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ അതുപോലെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർ ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ മുഖ്യ ഘടകം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഹൈഡ്രജൻ തന്നെയാണ്. പക്ഷേ ഹൈഡ്രജൻ അന്തരീക്ഷവായുവിൽ എങ്ങനെയാണ് വളരെ ചെറിയ അളവിലാണ് കാണപ്പെടുന്നത്, അത് സ്വതന്ത്രാവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പം ഏറ്റവും മോസ്റ്റ് അബൻഡൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്, യൂണിവേഴ്സിലെ ഏറ്റവും മോസ്റ്റ് അബൻഡൻ്റ് എലമെൻ്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എഴുതിയിരിക്കുന്നത് നോക്കട്ടോ. ഹൈഡ്രജൻ ഈസ് എ മോസ്റ്റ് അബൻഡൻ്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. ഇറ്റ് ഈസ് എ മേജർ കമ്പോണന്റ് ഇൻ ദ സൺ ആൻഡ് ദ സ്റ്റാർസ് ആൻഡ് അതർ സ്റ്റാർസ്. ഹൈഡ്രജൻ ഈസ് സീൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഇൻ ഫ്രീ സ്റ്റേറ്റ്. സ്വതന്ത്രാവസ്ഥയിൽ വളരെ ചെറിയ അളവിലാണ് ഹൈഡ്രജൻ കാണപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ കേട്ടോ. സൂര്യനിലെയും മറ്റു നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അന്തരീക്ഷവായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പറും 1 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം 1 തന്നെയാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടോ? പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 തന്നെയല്ലേ, അപ്പോൾ എത്രയാണ്? 0 വരും. നമ്പർ ഓഫ് ന്യൂട്രോൺസ് 0 ആണ്. ഇനി സോലുബിലിറ്റി ഇൻ വാട്ടർ. ഹൈഡ്രജൻ എങ്ങനെയാണ്? ഇൻസോലുബിൾ ആണ് കേട്ടോ, ഇൻസോലുബിൾ ആണ്, അതൊന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ഇൻസോലുബിൾ ആണ്, അല്ലെങ്കിൽ എന്താണ്, ജലത്തിൽ ലയിക്കുന്നില്ല എന്ന് പറയാം കേട്ടോ, ലയിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹയർ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ കൂടുതലായിട്ട് പഠിക്കും. ഇപ്പോൾ ഇത്ര ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോലുബിലിറ്റി ഇൻ വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻസോലുബിൾ ആണ്, അതായത് ലയിക്കുന്നില്ല. ഇനി ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം ഉണ്ട് അല്ലേ, പ്രോട്ടിയം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം ഉണ്ട്, പിന്നെന്താണ് ഡ്യൂട്ടീരിയം ഉണ്ട്, ഡ്യൂട്ടീരിയം. പിന്നെ ഏതാണ്? ട്രിഷ്യം കേട്ടോ. ഇത് 3 പ്രധാനമായിട്ടും ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. മനസ്സിലായല്ലോ? അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും അബൻഡൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. സണ്ണിലെ സ്റ്റാർസിലെ മേജർ കമ്പോണൻറ്റ് ഹൈഡ്രജനാണ്. ഹൈഡ്രജനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഹൈഡ്രജൻ്റെ പരീക്ഷണശാലയിലെ നിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിൽ ഹൈഡ്രജനെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം? ഇപ്പം നമുക്കറിയാം യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജനാണെന്ന് പറഞ്ഞു. ആ ഹൈഡ്രജനെ നമുക്ക് എങ്ങനെ പരീക്ഷണശാലയിൽ നിർമ്മിക്കാൻ സാധിക്കും? അതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നോക്കാം. ഹൈഡ്രജൻ വാസ് ഡിസ്കവേർഡ് ഇൻ 1766 ബൈ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആണ് ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്.
ഹി ഡിസ്ക്രൈബ് ഇറ്റ് ആസ് ഇൻഫ്ലേമബിൾ എയർ. അദ്ദേഹം എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ച് എങ്ങനെയാണ് കത്തുന്ന വായു. ഹൈഡ്രജനെ അദ്ദേഹം വിശേഷിപ്പിച്ച് എങ്ങനെയാണ് ഇൻഫ്ലേമബിൾ എയർ, അതായത് കത്തുന്ന വായു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ദ നെയിം ഹൈഡ്രജൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഹൈഡ്രോജനസ്. ഹൈഡ്രജൻ്റെ വേർഡ് എവിടെ നിന്നാണ് വന്നത്? ഹൈഡ്രോജനസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന ആ ഒരു പേര് ലഭിച്ചത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ലബോറട്ടറിയിൽ നമുക്ക് നിർമ്മിക്കുന്നത്. നോക്കുക, അതിന് വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? എന്തൊക്കെയുണ്ട്? ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട് അല്ലേ? ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? HCl എടുത്തിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് HCl എടുത്തിട്ടുണ്ട്. അതിലേക്ക് സിങ്കിൻ്റെ തരികൾ കേട്ടോ, സിങ്കിൻ്റെ തരികളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. കൊടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ? ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 ml കേട്ടോ, 5 ml നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിൽ അല്പം എങ്ങനെയാണ് സിങ്കിൻ്റെ കേട്ടോ, ആഡ് സം സിങ്ക് ഗ്രാനുവൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സിങ്കിൻ്റെ തരികളിട്ട് എന്നിട്ട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ഒരു തീവ്രമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് അവിടെ എന്താണ്? അവിടെ ഒരു ഗ്യാസ് ഉണ്ടാവും. അവിടെ ഉണ്ടായ വാതകം ഏതാണ്? അവിടെ ഉണ്ടായ വാതകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്? കാണാൻ സാധിക്കും തീവ്രമായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു വാതകം അവിടെ ഉണ്ടായിട്ട് പുറന്തള്ളുന്ന വാതകം അവിടെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എങ്ങനെ ഹൈഡ്രജൻ ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്. ഒരു വാതകം ഉണ്ടായെന്ന് അറിയാം, ഹൈഡ്രജൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ സ്ഥിരീകരിക്കാം? അതിന് വേണ്ടിയാണ് ഒരു തീപ്പെട്ടിക്കൊള്ളി അത് കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഈർക്കൽ കഷ്ണം കത്തിച്ചിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? പോപ്പുന്ന സൗണ്ടിൽ അത് എന്താണ് ബേൺ ചെയ്യും. മനസ്സിലായോ? പോപ്പുന്ന ഒരു വലിയൊരു സൗണ്ടോട് കൂടി അത് ബേൺ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ്? അങ്ങനെ സൗണ്ടോടെ കത്തുന്ന വാതകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്താണ് അവിടെ ഉണ്ടായത്, ഹൈഡ്രജൻ അവിടെ ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് ആണ് കേട്ടോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ കത്തിയ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചത്? അതിങ്ങനെ പോപ്പ് ശബ്ദത്തോടെ എന്താണ് ബേൺ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു വലിയ ശബ്ദത്തോടു കൂടി ആ വാതകം കത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കൂടെ റിയാക്ട് ചെയ്ത് അവിടെ നിന്നൊരു വാതകം പുറന്തള്ളുന്നതായിട്ട് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭാഗത്തേക്ക് ഒരു കത്തി ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ പോപ്പ് ശബ്ദത്തോടു കൂടി അതൊന്നുകൂടെ കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഉണ്ടായ വാതകം ഏതാണ്? ഹൈഡ്രജനാണ് അവിടെ ഉണ്ടായത്. ഹൈഡ്രജൻ എന്താണ്? ഒരു ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളൊരു ഗ്യാസാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഉണ്ടായ വാതകം ഏതാണ്? ഹൈഡ്രജൻ. അതെങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്ത് ഈ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവന്നപ്പോൾ അത് പോപ്പ് സൗണ്ടോടുകൂടി കത്തിക്കുന്നു. അപ്പം നമുക്കിവിടെ എഴുതാൻ സാധിക്കും ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട് എന്ന് പറയാം അല്ലേ? ഒരു പോപ്പ് സൗണ്ടോടുകൂടി ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ബേൺ ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഹൈഡ്രജൻ ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? രാസസമവാക്യം Zn + HCl ഗീവ്സ് എന്തൊക്കെയാണ്? ZnCl2 പിന്നെ എന്താണ്? ഹൈഡ്രജൻ. ഇതാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സമീകരിച്ച രാസസമവാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഹൈഡ്രജൻ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. പിന്നെ വ്യാവസായികമായിട്ട് നമ്മൾ എന്താണ് ഈ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ വഴിയാണ് കേട്ടോ. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, അതായത് ജലത്തിൻ്റെ എന്താണ് വൈദ്യുത വിശ്ലേഷണം വഴിയാണ് കേട്ടോ. വൈദ്യുത വിശ്ലേഷണം വഴിയാണ് വ്യാവസായികമായിട്ട് എന്തുണ്ടാക്കുന്നത്? ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്. ഇനി ഈ ഹൈഡ്രജൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നോക്കാം. എന്താണ്? ഹൈഡ്രജൻ ഈസ് എ കളർലെസ് ആൻഡ് ഓർഡർലെസ് ഗ്യാസ്. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല കേട്ടോ. ദെൻ ഹൈഡ്രജൻ ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ജലത്തിൽ ലയിക്കുന്നില്ല. ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. വായുവിനേക്കാൾ സാന്ദ്രത ഹൈഡ്രജന് കുറവാണ്. ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ് ഡയാറ്റോമിക് മോളിക്യൂൾ. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഹൈഡ്രജൻ ഇങ്ങനെയാണ് പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. ഇതൊക്കെയാണ് ഹൈഡ്രജൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. പഠിക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കുറേയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എങ്കിലും കൃത്യമായിട്ട് ഓരോ പോയിന്റ് വഴിയായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി ഹൈഡ്രജന് ചില പ്രധാന രാസപ്രവർത്തനം, അതായത് സം ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ചില പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. നോക്കിയേ, വെൻ ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ വാട്ടർ ഈസ് ഫോംഡ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത്, അതായത് ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കത്തുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ജലമാണ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേഷൻ നോക്കിയേ, 2H2 + O2 ഗീസ് നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് എന്താണ്? വാട്ടറാണ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ?
ഇനി ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ക്ലോറിൻ ഇൻ എ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ഫോംസ് ഹൈഡ്രജൻ ക്ലോറൈഡ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് സംയോജിച്ച് എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ ക്ലോറൈഡും. സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് ചേർന്ന് എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ ക്ലോറൈഡ് HCl 2HCl അല്ലെങ്കിൽ HCl അവിടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ? ഈ രണ്ട് ഇക്വേഷനും കണ്ടു. ഇത് ടു വിച്ച് കാറ്റഗറി ഡു ദ എബോ റിയാക്ഷൻസ് ബിലോങ്? മുകളിൽ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ പഠിച്ചതല്ലേ, കഴിഞ്ഞ മുന്നേയുള്ള ചാപ്റ്ററിൽ പഠിച്ചാണ്. ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? കോമ്പിനേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡീകോമ്പോസിഷൻ. സംയോജനമാണോ, ആദേശ രാസപ്രവർത്തനമാണോ, വിഘടന രാസപ്രവർത്തനമാണോ? ഇവിടെ എന്ത് സംഭവിച്ചു? രണ്ടെണ്ണം കമ്പൈൻ ചെയ്യില്ല ചെയ്ത്, അതായത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്, സംയോജന രാസപ്രവർത്തനമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ രണ്ട് പ്രധാന രാസപ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കത്തി എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഓക്സിജനിൽ കത്തിയായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ജലം ഉണ്ടാകുന്നു. അതുപോലെ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ക്ലോറിനുമായിട്ട് സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഹൈഡ്രജന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. യൂസസ് ഓഫ് ഹൈഡ്രജൻ നോക്കാം. ഫോർ ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ആൻഡ് മെഥനോൾ. അമോണിയ, മെഥനോൾ കേട്ടോ, ഇതിൻ്റെയൊക്കെ വ്യാവസായിക ഉൽപ്പാദനത്തിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അമോണിയ ഉണ്ടാക്കാൻ, മെഥനോൾ ഉണ്ടാക്കുന്നതിനൊക്കെ എന്തിനു വേണ്ടി ഇതിനൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ, ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? റോക്കറ്റ്സിലാണ് കേട്ടോ. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് വെച്ചാൽ വളരെയധികം ശക്തിയായിട്ട് കത്തുന്ന ഒരു വാതകമാണ്. അതിന് വേറെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹൈഡ്രജനാണ് റോക്കറ്റ്സിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഓയിൽസ് ലൈക്ക് വനസ്പതി പോലെയുള്ള പൂരിത എണ്ണകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഹൈഡ്രജനാണ് ഉപയോഗിക്കുന്നുണ്ട്. Then hydrogen is used as a reducing agent to extract metals from metal oxides. ലോഹ ഓക്സൈഡിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലോഹ ഓക്സൈഡുകളുണ്ട്, അതായത് മെറ്റൽ ഓക്സൈഡ്സിൽ നിന്നും ആ മെറ്റൽസിനെ നമ്മൾ വേർതിരിക്കാൻ, അതായത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? നിരോക്സീകാരി, അതായത് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ട 4 ഉപയോഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം പഠിക്കുക കേട്ടോ. ഇനി ഈ 4 ഉപയോഗങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ അങ്ങനെ ഇന്ധനമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറഞ്ഞു ചില പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഹൈഡ്രജൻ പ്രധാനമായിട്ടും റോക്കറ്റ്സിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയും, അതായത് കലോറിക മൂല്യം എന്ന് പറയും. കലോറിക മൂല്യം എന്ന് പറയുന്നത് അതായത് ഒരു ഇന്ധനത്തിൻ്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം, അല്ലെങ്കിൽ എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഹൈഡ്രജന് ഹൈ കലോറിഫിക് വാല്യൂ ആണ് ഉള്ളത്. മനസ്സിലായില്ലേ? ഈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു യൂണിറ്റ് മാസ് നമ്മൾ എടുക്കുവാണ്, അത് പൂർണ്ണമായിട്ട് കത്തുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന താപ ഊർജം. ഹൈഡ്രജൻ യൂണിറ്റ് മാസ് ഹൈഡ്രജൻ എടുത്തു, ആ യൂണിറ്റ് മാസ് നമ്മൾ കത്തിക്കഴിയുമ്പോൾ എന്താണ് അവിടെ റിലീസ് ചെയ്യുന്ന എനർജി, ഹീറ്റ് എനർജി, അതിനെയാണ് നമ്മൾ കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ ഹൈഡ്രജൻ എങ്ങനെയാണ്? ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഇന്ധനമാണ്. ഹൈഡ്രജൻ്റെ യൂണിറ്റ് മാസ് എടുത്താൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ? കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഈസ് ദ heat energy released from unit mass of the fuel on complete combustion. ഒരു ഫ്യൂവൽ, ഏതൊരു ഫ്യൂവൽ ആണെങ്കിലും, ഹൈഡ്രജൻ്റെ കേസിൽ മാത്രമല്ല മറ്റ് ഫ്യൂവൽ എടുത്താലും ഓരോന്നിനും ഓരോ കലോറിഫിക് വാല്യൂ ഉണ്ട്. അതായത് ആ ഫ്യൂവൽ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കത്തുമ്പോൾ അവിടെ എന്തുമാത്രം ഹീറ്റ് എനർജി അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. മനസ്സിലല്ലോ? അപ്പോൾ അതിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പല ഇന്ധനങ്ങളില്ല, ഇപ്പോൾ മണ്ണെണ്ണ, പെട്രോൾ, ഇങ്ങനെയുള്ള പല ഇന്ധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡീസൽ, ഇതൊക്കെ ഉണ്ട്. ഇതിനേക്കാളുമൊക്കെ കൂടുതലായിട്ട് കലോറിഫിക് വാല്യൂ ഉള്ളൊരു ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ റോക്കറ്റ്സിലൊക്കെ എന്താണ് ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. മനസ്സിലായല്ലോ? ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഇന്ധനങ്ങളുടെ കലോറിഫിക് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എനർജി പ്രൊഡ്യൂസ്ഡ് ടു ദ കമ്പസ്റ്റൻ, അതായത് ജ്വലനം മൂലമുണ്ടാകുന്ന ഊർജ്ജം, യൂണിറ്റ് മാസ് ഫ്യൂവൽ കത്തുമ്പോൾ എന്തുമാത്രം ഊർജ്ജം അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിയാൽ ഹൈഡ്രജൻ ഉണ്ട്, മീഥേൻ ഉണ്ട്, പെട്രോൾ ഉണ്ട്, കോൾ ഉണ്ട്, എഥനോൾ ഉണ്ട്, മെഥനോൾ ഉണ്ട്, പിന്നെന്താണ് കാർബോഹൈഡ്രേറ്റുകളുണ്ട്, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ട്. മനസ്സിലായല്ലോ?
ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഏതിനാണ് ഇതാ നോക്കുക, ഹൈഡ്രജൻ ആണ് അല്ലേ. ഹൈഡ്രജൻ ആണ് ഇവിടെ ഹൈ കലോറിഫിക് വാല്യൂ ഉള്ളത്. ക്ലിയർ ആയല്ലോ. ഇപ്പം മീഥേൻ ഉണ്ട്, പെട്രോളൊക്കെ ഉണ്ടല്ലോ, കോൾ ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെ കലോറിഫിക് വാല്യൂ എത്രയാണ്? 143 ആണ്. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ അത്രയ്ക്ക് കലോറിഫിക് വാല്യൂ ഉണ്ട്. അതായത് ഒരു യൂണിറ്റ് ഹൈഡ്രജൻ കത്തുമ്പോൾ അത്രയ്ക്ക് എനർജി അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഫ്യൂവൽ ഹാസ് എ ലോവസ്റ്റ് കലോറിഫിക് വാല്യൂ? ഇതിൽ ഏറ്റവും ലോവസ്റ്റ് കലോറിഫിക് വാല്യൂ ഏതിനാണ്? ഇവിടെയാണ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിനാണ് കുറഞ്ഞ കലോറിഫിക് വാല്യൂ ഉള്ളത്. മനസ്സിലായല്ലോ. വിച്ച് ഫ്യൂവൽ ഹാസ് ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ? ഹയസ്റ്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ഉള്ള ഏതാണ്? ഹൈഡ്രജൻ ആണ്. മനസ്സിലായല്ലോ. വാട്ട് ഈസ് എ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ഹൈഡ്രജൻ ബേൺസ് ഇൻ എയർ? നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? വാട്ടർ ആണ് അല്ലേ. ജലമാണ് ഹൈഡ്രജൻ എന്താണ് വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം ഫ്യൂവൽസ് ആണ്, ബാക്കിയെല്ലാം ഫ്യൂവൽസ് ആണ്. അതിൽ ഏറ്റവും കലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂവൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ റോക്കറ്റ്സിൽ പ്രധാനമായിട്ടും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. റോക്കറ്റ്സിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ മറ്റു വാഹനങ്ങളിലൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. അതിന് ചില പോരായ്മകളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നില്ലാത്തത്. പക്ഷേ എങ്കിലും ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുമുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജന് കലോറിഫിക് വാല്യൂ, അതായത് കലോറിക മൂല്യം കൂടുതലാണ്. മനസ്സിലായല്ലേ. അപ്പോൾ കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ കൂടുതലായതുകൊണ്ട് നമുക്ക് ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള മേന്മകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ? എന്താണ് നോക്കുക. വെൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ ഈസ് വെരി ലോ സിൻസ് വാട്ടർ ഈസ് ദ ഓൺലി പ്രൊഡക്റ്റ് ഫോംഡ്. ഇതാണ് ഒരു മേന്മ. എന്താണ്? ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിന് ഫലമായിട്ട് ജലം മാത്രം ഉണ്ടാകുന്നതിനാൽ മലിനീകരണ സാധ്യത കുറവാണ് അല്ലേ. ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കുക, ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എന്തൊരു സംഭവിക്കുന്നുണ്ട്? അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ഏതാണ്? വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് മലിനീകരണം ഒന്നും അധികം ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ്? ഹൈ കലോറിഫിക് വാല്യൂ ആണ്. ഉയർന്ന കലോറിക മൂല്യവും എന്തിനുണ്ട്? ഹൈഡ്രജനുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള മേന്മകൾ നമുക്ക് മനസ്സിലാക്കാം. ദ ബൈ പ്രൊഡക്റ്റ് ഈസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ജലം ഉണ്ടാകുന്നതുകൊണ്ട് അതിനവിടെ മലിനീകരണം കുറവാണ്, പൊല്യൂഷൻ അവിടെ കുറവാണ്. അതുപോലെ തന്നെ ഉയർന്ന കലോറിക മൂല്യവുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള മേന്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലോ, ഇങ്ങനെയുള്ള മേന്മകൾ ഉണ്ടായിട്ടും ഹൈഡ്രജൻ നമുക്ക് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ. അതിന് കാരണം എന്താണ്? മെയിൻ കാരണം എന്താണ്? ഇത് വളരെ പെട്ടെന്ന് ഇല്ല ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടൊരു ഗ്യാസാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പെട്ടെന്ന് കത്തുന്ന ഒരു ഗ്യാസാണ്, സ്ഫോടനം പോലെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഗ്യാസാണ് ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീടുകളിലൊന്നും എന്താണ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ നമുക്ക് സംഭരിച്ച് വെക്കാനും സ്റ്റോർ ചെയ്ത് വെക്കണല്ലോ. വീടുകളിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണല്ലോ, അത് സേഫ് അല്ല. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ എന്താണ് അത് വിതരണം ചെയ്യാനും ഒക്കെ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മളെ വീടുകളിലൊന്നും ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് അല്ലെങ്കിൽ ഒരു ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ലാത്തതിൻ്റെ കാര്യം. നോക്കുക. ഇൻസ്പൈറ്റ് ഓഫ് ദീസ് മെറിറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ. ദിസ് ഈസ് ഡ്യൂ ടു സം ലിമിറ്റേഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, പരിമിതികൾ? ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് ആൻ എക്സ്പ്ലോഷൻ അല്ലേ. ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഹൈഡ്രജൻ. സംഭരിച്ച് വയ്ക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രയാസമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഭാവിയിൽ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ്. മനസ്സിലായല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈഡ്രജൻ ഇന്ധനം ഞാൻ പറഞ്ഞില്ലേ നിലവിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സെൽ ബസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2023 പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബസ്സൊക്കെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ സാധ്യതകളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ പോരായ്മകളൊക്കെ മാറ്റിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു നല്ല ഫ്യൂവലായിട്ട് നമുക്ക് ഹൈഡ്രജൻ ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കറിയാലോ ഹൈഡ്രജൻ്റെ ചില സംയുക്തങ്ങൾ, നമ്മുടെ വാട്ടറിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു കോമ്പൗണ്ടുകൾ, ഹൈഡ്രജൻ്റെ മറ്റു കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? വാട്ടർ നമ്മളൊന്ന് പറഞ്ഞു, H2O വാട്ടർ പറഞ്ഞു. പിന്നെ എന്താണുള്ളത്? ആസിഡ്സുകളുണ്ട്. വാട്ടർ, ആസിഡ്സുകൾ, പിന്നെന്താണ് ആൽക്കലീസ് കേട്ടോ. ആൽക്കലീസ് ഉണ്ട്. പിന്നെന്താണ് ഓയിൽസ് കേട്ടോ. ഓയിൽസ്, കാർബോഹൈഡ്രേറ്റ്സ് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ്,
ഇതൊക്കെ എന്താണ്? ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട്സുകളാണ്. ഷുഗർ കേട്ടോ, ഷുഗർ ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. വാട്ടർ, ആസിഡ്സ്, ആൽക്കലീസ്, ഓയിൽസ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ. മനസ്സിലായല്ലോ? ഇനി അതിൻ്റെ കൊടുത്തുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ആർ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്? ബലൂൺസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ ഫ്ലൈ ഹൈ എയർ ഇൻ ദ എയർ. ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഉയർന്നു പൊങ്ങുന്നുണ്ടെന്ന് നമുക്കറിയാം. ഹൈഡ്രജൻ നിറച്ച ബലൂണുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വായുവിൽ ഉയർന്നു പൊങ്ങുമല്ലോ. അപ്പോൾ ഹൈഡ്രജൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ ഉള്ളത്? എന്താണ്? ഡെൻസിറ്റി. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലെസ് ഡെൻസിറ്റി ദാൻ എയർ എന്നാണ് പറഞ്ഞത്. ഹൈഡ്രജൻ്റെ സാന്ദ്രത വായുവിനേക്കാൾ കുറവാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഹൈഡ്രജൻ്റെ മേന്മകൾ, ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഹൈഡ്രജൻ ഈസ് ലെസ് ഡെൻസർ ദാൻ എയർ എന്ന് പറഞ്ഞു. വായുവിനേക്കാൾ സാന്ദ്രത ഹൈഡ്രജന് കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ബലൂണുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ട്. പൊല്യൂഷൻ, പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ വളരെ കുറവാണ്. അതുപോലെ ഈസി, പ്രിപ്പയർ ചെയ്യാൻ ഈസിയാണ് അല്ല, നിർമ്മിക്കാൻ എളുപ്പമാണ്. മലിനീകരണ സാധ്യത വളരെ കുറവാണ്. ഉയർന്ന കലോറിയ മൂല്യമുണ്ട്. അതുകൊണ്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ? പക്ഷേ ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഓർത്തോണം കേട്ടോ. ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഗാർഹിക ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഹൈഡ്രജൻ. അപ്പോൾ ഇന്ധനമായിട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത് ഓർത്തോണം കേട്ടോ. പ്രധാനമായിട്ടും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? റോക്കറ്റ്സിലാണ് കേട്ടോ. റോക്കറ്റ്സിലെ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോക്കറ്റ്സിൽ ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ നോക്കിയാൽ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പോസിബിലിറ്റി ഓഫ് യൂസിങ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ. ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പൊല്യൂഷൻ കുറയുന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സാധ്യതകളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് എഴുതാം കേട്ടോ. അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ ഈസ് എ ക്ലീൻ ഫ്യൂവൽ ആണ്. ദാറ്റ് പ്രൊഡ്യൂസസ് നോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വെൻ ബേൺ ചെയ്യുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇല്ല. വാട്ടർ, ജലം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ ഫ്യൂവലാണ്. പിന്നെ ഹൈഡ്രജൻ ഹാസ് എ ഹൈ എനർജി ഡെൻസിറ്റി ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സ്മോൾ സ്പേസ് ആൻഡ് യൂസ്ഡ് ടു ജനറേറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി. അതിന് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹൈ എനർജി ഡെൻസിറ്റി ആണെന്നാണ് പറഞ്ഞത്. അതായത് വളരെ ചെറിയ ഒരു സ്പേസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത് ഉപയോഗിച്ചാൽ ചെറിയൊരു എമൗണ്ട് കൊണ്ട് നമുക്ക് ലാർജ് എനർജി അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഹൈഡ്രജൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് എൻജിൻസ് ആൻഡ് ഫ്യൂവൽ സെൽസ് മേക്കിംഗ് ഇറ്റ് ഈസ് വേഴ്സറ്റൈൽ ഫ്യൂവൽ ഓപ്ഷൻ. നമുക്ക് എൻജിൻസിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Hydrogen can be produced from a variety of sources including renewable energy sources such as wind, solar and geothermal power. നമുക്ക് ഒരുപാട് റിന്യൂവബിൾ എനർജി സോഴ്സസുകളൊക്കെ ഉണ്ട്. പുനർനിർമ്മിക്കാൻ സാധിക്കുന്ന എനർജി സോഴ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജന് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ നമുക്കൊരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നുണ്ട്. ഹൈഡ്രജൻ്റെ സമ്പദ് വ്യവസ്ഥ ഉണ്ട്. അതായത് ഹൈഡ്രജൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇന്ധന സെല്ലുകളിൽ ഹൈഡ്രജൻ വാതകത്തിൻ്റെ ഉപയോഗം, ബഹിരാകാശത്തൊക്കെ ഗതാഗത രംഗത്തൊക്കെ ഹൈഡ്രജൻ നമുക്ക് ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആഗോളതാപനം പരിമിതപ്പെടുത്തുന്നതിൽ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സമൃദ്ധമായ മൂലകം പുനരുപയോഗ ഊർജ്ജ സ്രോതസ് എന്ന നിലകളിൽ സംഭരിച്ച് സൂക്ഷിക്കാനുള്ള സാധ്യതകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഹൈഡ്രജൻ നമുക്കൊരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉയർന്ന ഇന്ധനക്ഷമത, കലോറിഫിക് വാല്യൂ ഉണ്ട്, കുറഞ്ഞ പരിസര മലിനീകരണമൊക്കെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ലിമിറ്റേഷൻ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. എന്താണ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഹൈലി ഇൻഫ്ലേമബിൾ ഗ്യാസാണെന്ന് നമ്മൾ പറഞ്ഞു. ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഹൈലി ഇൻഫ്ലേമബിൾ ഗ്യാസാണ്. അത് നമുക്ക് സ്റ്റോർ ചെയ്യാനും വിതരണം ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ ഹൈഡ്രജൻ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്യൂവലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ പഠിക്കാനുള്ളത്. നമ്മൾ നോൺ മെറ്റൽസ് ആണ് പഠിച്ചു വന്നത്. അപ്പോൾ നോൺ മെറ്റൽസിലെ ആദ്യമത്തെ നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? ഹൈഡ്രജനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഹൈഡ്രജൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഹൈഡ്രജൻ എങ്ങനെ നിർമ്മിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഓർത്തിരിക്കട്ടെ, ഹൈഡ്രജൻ്റെ ക്യാവൻഡിഷ് ആണ് ഹൈഡ്രജൻ ആദ്യമായിട്ട് നിർമ്മിച്ചത്. അത് എങ്ങനെ നിർമ്മിക്കാമെന്ന് കൊണ്ട് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നേർപ്പിച്ച കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് അത് വ്യാവസായികമായിട്ട്
നിർമ്മിക്കുന്നതെന്ന് കണ്ടു. പിന്നെ ഹൈഡ്രജൻ്റെ എന്താണ് ഗുണങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ. പ്രത്യേക ഓർത്തണം കേട്ടോ. ഹൈഡ്രജൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിറമില്ല, മണമില്ല, ജലത്തിൽ ലയിക്കുന്നില്ല, സാന്ദ്രത വായുവിനേക്കാൾ കുറവാണ്. പിന്നെന്താണ് ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ അതെന്താണ് ഒരു പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ തന്നെ ഹൈഡ്രജൻ്റെ രാസപ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താണ് പഠിച്ചത്? യൂസസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ യൂസസുകൾ നമ്മൾ മനസ്സിലാക്കി. അതിലെ പ്രധാന ഒരു യൂസാണ് എന്താണ് ഫ്യൂവൽ, ആസ് എ ഫ്യൂവൽ, ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഹൈ കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഉയർന്ന കലോറിക മൂല്യം. കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, യൂണിറ്റ് മാസ് ഫ്യൂവൽ പൂർണ്ണമായിട്ട് കത്തുമ്പോൾ എന്തുമാത്രം ഹീറ്റ് എനർജി അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ന് പറഞ്ഞാൽ കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കലോറിക മൂല്യമുള്ള ഫ്യൂവൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. എപ്പോഴും പഠിച്ചോണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ റോക്കറ്റ്സിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രജൻ്റെ മെറിറ്റ്സുകൾ നമ്മൾ കണ്ടു അല്ലേ? മെറിറ്റ്സുകളുടെ പ്രധാന മെറിറ്റാണ് അവിടെ എന്താണ്? വാട്ടറാണ്. ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. അതുകൊണ്ട് തന്നെ മലിനീകരണം ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ്? ഉയർന്ന കലോറിക മൂല്യമുണ്ട്. പക്ഷേ എന്താണ്? ലിമിറ്റേഷനും ഉണ്ട്. മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഹൈഡ്രജനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാകണം കേട്ടോ. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, പഠിക്കുക. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഈസി അല്ലേ? ഓർത്തിരിക്കാവുന്ന പോയിന്റുകളായിട്ടാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആദ്യത്തെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം റിപ്ലൈ ചെയ്തു തരാം, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് ഇനിയും നമ്മൾ നോൺ മെറ്റൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഹൈഡ്രജനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ ബാക്കി പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. താങ്ക്